അധിനിവേശ സ്വഭാവം കാലങ്ങളായി അമേരിക്ക നിയന്ത്രിക്കാൻ പറ്റാത്ത ഭരണാധികാരികൾ ഉണ്ടായിരുന്ന വെനസ്വേലയിൽ ആ നാട്ടിൽ മയക്കുമരുന്നിന്റെ പ്രശ്നമുണ്ട്. ആ നാട്ടിൽ മറ്റു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളുണ്ട് എന്നൊക്കെ പറയുന്നത് ആ നാടിന്റെ പ്രശ്നമാണ്. അത് പരിഹരിക്കേണ്ടത് നാട്ടിലെ പൌരന്മാരാണ്, അവരുടെ തെരഞ്ഞെടുപ്പുകളാണ്, അവരുടെ അധികാര വ്യവസ്ഥകളാണ്, ജനാധിപത്യ പ്രബുദ്ധതയാണ്. അതിർത്തി കടന്ന് മറ്റൊരു നാട്ടിൽ നിയമങ്ങളെയും പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനം വേണമെന്നാണ്. നിങ്ങൾക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനമല്ല, അത്യാർത്ഥിയുടെ നോബൽ സമ്മാനമാണ് നിങ്ങൾക്ക് ലോക ജനത നൽകാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്താണ് ഇന്ന് വെനസ്വേലയ്ക്കെതിരെ പറഞ്ഞ ന്യായം? ഇന്നലകളിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാർ ഇറാഖിന് നേരെ പറഞ്ഞൊരു ന്യായമുണ്ട്. ഇറാഖിന്റെ കൈവശം രാസായുധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാഖിന് നേരിട്ടിട്ടുള്ളത്. ആയിരങ്ങളെ കൊന്നൊടുക്കി ഇറാഖ് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പട്ടണത്തെയും രാഷ്ട്രത്തെയും ഇല്ലാതാക്കിയത് അമേരിക്കയാണ്. ഇറാന്റെ കൈവശം ജൈവായുധമുണ്ട് എന്നായിരുന്നു അമേരിക്ക പറഞ്ഞത്. ഇറാനെ ആ രീതിയിലാണ് നേരിട്ടതെങ്കിൽ അതും കഴിഞ്ഞ് ഇന്ന് പുതിയ ഇവിടെ വെനസ്വേലയിൽ മയക്കുമരുന്ന് വ്യാപാരമുണ്ട് എന്ന് പറയുന്ന ഈ അമേരിക്ക എന്താണ് ചെയ്തിട്ടുള്ളത്? ഹോൺഡറസിന്റെ പ്രസിഡന്റ് അദ്ദേഹം മയക്കുമരുന്നിന്റെ കേസിൽ അകപ്പെട്ട് ജയിലിൽ കിടന്ന അദ്ദേഹത്തിന് മാപ്പ് നൽകിയത് ഇതേ അമേരിക്കയാണ് എന്നുള്ളത് നമ്മൾ കൂട്ടിവായിക്കണം. അപ്പം അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നമെന്താണ്? ട്രംപ് ഈ രാജ്യം പിടിച്ചെടുത്ത് പ്രസിഡന്റിനെ തടവറയിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇനി അമേരിക്ക വെനസ്വേലയെ നിയന്ത്രിക്കും, അമേരിക്ക എണ്ണപ്പാടങ്ങൾ നിയന്ത്രിക്കുമെന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാന വിഷയം മയക്കുമരുന്നല്ല, മയക്കുമരുന്ന് തുടച്ചു നീക്കുമെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പകരം എണ്ണപ്പാടങ്ങൾ ഇനി അമേരിക്ക നിയന്ത്രിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണഖനിയുള്ള ഒരു രാജ്യം, ആ രാജ്യം 5-1 രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. സൗദി അറേബ്യയേക്കാൾ ഇറാനേക്കാൾ എണ്ണപ്പാടമുള്ള ഒരു രാജ്യം. ആ രാജ്യത്ത് നേരത്തെ അമേരിക്കയിലെ ഇഷ്ടംപോലെ കമ്പനികൾ എണ്ണപ്പാടങ്ങൾ അവരുടെ യഥേഷ്ടം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഷാവേസ് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തപ്പോ ഈ എണ്ണ വ്യവസായം ദേശസൽക്കരിച്ചപ്പോ അമേരിക്കക്ക് വലിയ നഷ്ടം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ വെനസ്വേലയെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ കാലം മുതലേ ഉണ്ടായി. ലോകത്ത് അമേരിക്കയുടെ ഈ സാമ്രാജ്യത്തെ അധിനിവേശത്തെ ഷാവേസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ചെറുത്തുനിൽപ്പ് നടത്തി പോരാട്ടം നടത്തി അതിനെ ചെറുത്തു തോൽപ്പിച്ചെങ്കിൽ തുടർന്ന് വന്നിട്ടുള്ള ഈ പ്രസിഡന്റിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക ആസൂത്രിതമായി നടത്തിയ നീക്കമുണ്ട്. സമാധാനത്തിന്റെ നോബൽ സമ്മാനം ഇന്ന് ട്രംപിന് കിട്ടിയില്ലെങ്കിലും ഇവിടെ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുള്ളത് അവിടെ ഛിദ്രതയുണ്ടാക്കുക എന്നുള്ള വലിയ ഗൂഢലക്ഷ്യത്തോടു കൂടെയാണ്.